ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളുടെ ഒട്ടുമിക്ക മലയാളികളുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ചൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഓട്സ് എന്ന് പറയുന്നത് അല്ലേ. ഒന്നെങ്കിൽ നമ്മൾ എന്തായിരിക്കും ഓവർനൈറ്റ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ്, അല്ലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അന്ന് കാച്ചി എടുക്കുന്ന ടൈപ്പ് ഓട്സ്. ഇതൊക്കെ ആയിരിക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മളെപ്പോഴും ഒരു രീതിയിൽ തന്നെ കഴിക്കുന്നതിലും കാട്ടിലും നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, എന്നാൽ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിക്കുള്ള വെജിറ്റബിൾസാണ് എടുത്തിരിക്കുന്നത്. ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക്, അതേപോലെ ഒരു ഹാഫ് പീസ് ക്യാരറ്റ്, പിന്നെ ഒരു ഹാഫ് പീസ് സവോള. അപ്പോൾ പിന്നെ കുറച്ച് ക്യാബേജും കേട്ടോ, കുറച്ചൊരു പോർഷൻ ഓഫ് ക്യാബേജുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ അന്നേരം അവൈലബിൾ ആയിട്ട് എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ നിങ്ങൾക്ക് അതെല്ലാം യൂസ് ചെയ്യാം. ഞാൻ ഇതേപോലെ പാൻ ചൂടായപ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. പിളർന്ന ഉഴുന്ന് പരിപ്പാണ്, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. എനിക്ക് അതിൻ്റെ ഒരു ഇടയ്ക്ക് ഒരു കടി കിട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യണത്. അത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. സത്യം പറഞ്ഞാൽ എനിക്കിതിന് എന്ത് പേരിടണമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറേ വെജിറ്റബിൾസ് ഇട്ട് ഞാൻ യൂസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഓട്സ് ഉപ്പുമാവെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഓട്സ് പുലാവെന്നോ എന്തെങ്കിലും പറയാം. പക്ഷേ സംഭവം നല്ല ടേസ്റ്റിയാണ്. വെളുത്തുള്ളി അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. പച്ചമുളക് നമുക്കിപ്പം മുളക് പൊടി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇടണ്ട. പക്ഷേ എനിക്കൊരു പച്ചമുളക് ഇട്ടപ്പോഴാണ് എനിക്ക് കുറച്ച് ടേസ്റ്റ് തോന്നിയത്. അപ്പോൾ നമുക്ക് പച്ചമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ടാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിലേക്ക് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. സവോള ഞാനിവിടെ ഒരു സവോളയുടെ ഹാഫ് പീസാണ് എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾക്കുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സവോള ഒരു ഹാഫ് പോർഷനാണ് എടുത്തിരിക്കുന്നത്. അന്നേരമാണ് ഞാൻ ഓർത്തത് ഇതിൽ കറിവേപ്പില ഇട്ടില്ല എന്ന്. നമുക്ക് എന്തായാലും കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില എപ്പോഴായാലും ഇട്ട് കൊടുത്താലും വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ, എന്തായാലും നമ്മൾ കഴിക്കുന്ന കാര്യമില്ലേ. അപ്പോൾ എന്തായാലും കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് വാടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് എനിക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസ് ഇതൊക്കെയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതിട്ട് കൊടുത്തത്. നിങ്ങൾക്ക് ബീൻസോ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാനിവിടെ സ്പെഷ്യലായിട്ട് യൂസ് ചെയ്തെടുക്കുന്ന ഒരു പീസ് മാഗി ക്യൂബാണ്. ഞാൻ ഈ മാഗി ക്യൂബ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സവോള വഴറ്റിയപ്പോൾ ഞാനത് ഉപ്പിട്ട് കൊടുക്കാൻ കാരണം മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പ് കാണും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ലാസ്റ്റ് നോക്കിയിട്ട് ഉപ്പില്ലെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനതൊരു ചെറിയൊരു ക്യൂബാണ്, അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പച്ചമുളക് ഇട്ടതുകൊണ്ട് കുറച്ച് കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ആക്കാനുണ്ട്, ഒരു വെജിറ്റബിൾ. അത് നമ്മുടെ ക്യാബേജാണ്. അപ്പോൾ ക്യാബേജിന് അത്യാവശ്യം വേവ് കുറവായതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഇട്ടത്. എനിക്ക് ക്യാബേജിൽ ഇങ്ങനെ ചെറിയൊരു പച്ചപ്പുള്ളത് എനിക്കിഷ്ടമാണ്. പക്ഷേ ഇത് അത്യാവശ്യം നമ്മൾ വേവിക്കുന്നത് കൊണ്ട് ഇത് നല്ല രീതിയിൽ തന്നെ കുക്കാവുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴണ്ട് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഞാനിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓട്സാണ് യൂസ് ചെയ്യണത്. അതുകൊണ്ട് അത്രയും വെള്ളം തന്നെ വേണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഓട്സ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഉപ്പുണ്ടോ എന്നുള്ളതൊന്ന് പാകത്തിനുള്ള ഉപ്പുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ ഞാനതൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മൂടി വെക്കാനായിട്ട് പോവുകയാണ്. നമുക്കിനി അതൊരു 10 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്ത് നോക്കാം. ഇനി ഒന്ന് തുറന്ന് നോക്കാം അത്യാവശ്യം വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്.
കുഴപ്പമില്ല, അത്യാവശ്യം വെന്തിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് വറ്റാനുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒരു 5 മിനിറ്റും കൂടെ നമുക്കൊന്ന് വേവിച്ച് നോക്കാം. ആ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാനാണ്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം അത്യാവശ്യം വെള്ളമെല്ലാം നല്ല രീതിയിൽ തന്നെ വറ്റി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വെന്ത് അത്യാവശ്യം കാണാൻ നല്ല ലുക്കൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിത് ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കൊന്ന് സെർവ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഡെയിലി നമ്മൾ കഴിക്കുന്ന രീതികളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പം നമുക്ക് കുറച്ച് ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും. എന്നാൽ ഇത് അത്യാവശ്യം ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.